ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആത്മോപദേശ ശതകം. മന്ത്രം 33. അറിവു നിജസ്ഥിതി അറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി ദാനേ മറിയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയുമലാത സമം തിരിഞ്ഞിടുന്നു. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. ഓം ശുഭദിനം, സുപ്രഭാതം. ആത്മോപദേശ ശതകം, മന്ത്രം 33. ധർമ്മിയായിരിക്കുന്ന അറിവ് സ്വന്തം സ്വരൂപവും സ്വഭാവവും നേരിട്ടറിയുന്നതിനായി ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ എന്ന ധർമ്മം സ്വയം സ്വീകരിച്ചിട്ട് മാറിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ട് മാറിയും തിരിഞ്ഞും ചുറ്റിക്കറങ്ങുന്ന തീക്കൊള്ളി ചുഴറ്റുമ്പോൾ പ്രതീതമാകുന്ന തീവലയം പോലെ കറങ്ങി പ്രപഞ്ചം ഉണ്ടെന്നുള്ള തോന്നൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരേ പൊരുൾ തന്നെ നാനാരൂപങ്ങളോടും നാമങ്ങളോടും കൂടിയതായി തീരുന്നതിനെ പണ്ടു മുതലേ ഉപമിച്ചു പോരാറുള്ളത് അലാദത്തിനോടാണ്. ഒരു തീക്കൊള്ളി എടുത്ത് ചുഴറ്റിയാൽ ഒരു തീവലയം ഉണ്ടായിരിക്കുന്നതായി തോന്നും. ചുഴറ്റുന്നതിൻ്റെ സ്വഭാവമനുസരിച്ച് അതിൻ്റെ രൂപം മാറും. ഓരോ രൂപത്തിനും ഓരോ പേരും കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ അനേകം രൂപങ്ങൾ ഉള്ളതുപോലെ തോന്നുമ്പോഴും വാസ്തവത്തിൽ അവിടെയുള്ളത് ഒരു തീക്കൊള്ളി മാത്രമാണെന്ന് നമുക്കറിയാം. അനേകമായി കണ്ടതൊക്കെ ഒരു ഭ്രമം. അതുപോലെ തന്നെയാണ് ഈ ലോകപ്രതീതിയും. അലാദ ചക്രത്തിൽ തീക്കൊള്ളിയെ മാത്രം സത്യമായി അറിയുന്നത് പോലെ ഈ പ്രപഞ്ചചക്രത്തിൽ അറിവിനെ മാത്രം സത്യമായി കണ്ടെത്തുക. അപ്പോൾ നാം സ്വയം ശാന്തരായിത്തീരും. നാം നമ്മിൽ തന്നെ കണ്ടെത്തും. ഈ ശാന്തിയെ അലാദ ശാന്തി എന്നും വിളിച്ചു പോരാറുണ്ട്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.